and I won't look back to things in the past, 'cause I know that I found forever in the love that we have. And all I see and all that I did could never come close to the feeling that I get from you. Do you love the rain? Does it make you dance when you're drunk with your friends at a party? What's your favorite song? Does it make you smile? Do you think of me? When you close your eyes, tell me, what are you dreaming? Everything I wanna know it all. I'd spend 10,000 hours and 10,000 more. Oh, if that's what it takes to learn that sweetheart of yours. And I might never get there, but I'm gonna try. If it's 10,000 hours or the rest of my life, I'm gonna love you. Do you miss the road that you grew up on? Did you get your middle name from your grandma? When you think about you forever now, do you think of me? When you close your eyes, നിൻ സർവ്വനന്മകൾക്കായി ഞാനെന്തു ചെയ്യേണ്ടു നിനക്കേശുപരാ. ഇപ്പോഴെന്തു ചെയ്യേണ്ടു നിനക്കേശുപരാ. നന്ദി കൊണ്ടെന്റെ ഉള്ളം നന്ദി നിറയുന്നേ സന്നാഹമോടെ സ്തുതി പാടിടുന്നേ. ദേവസന്നാഹമോടെ സ്തുതി പാടിടുന്നേ. അന്ത്യം വരെയുമെന്നെ കാവൽ ചെയ്തിടുവാൻ അന്തിയുള്ള മകൾ ശക്തി നീയേ. നാഥാന്തിയുള്ള മകൾ ശക്തി നീയേ. പിതാവിനും പുത്രനും പരിശുദ്ധരൂഹായിക്കും സ്തുതി. ആകാശവും ഭൂമിയും തന്നെ മാത്രം നടന്നിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉന്നതങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. കർത്താവേ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. കർത്താവേ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് തന്നെ ചെയ്യണമേ. കർത്താവേ നിനക്ക് സ്തുതി. ഞങ്ങളുടെ പിതാവേ ഞങ്ങളെ പരീക്ഷയിൽ പ്രവേശിക്കാതെ ഞങ്ങളെ രാജ്യശക്തിയും മഹത്വം എന്നേക്കുമുള്ളതാകുന്നു. ആമേൻ.
മനുഷ്യൻ ഏകനായിരിക്കുന്നതെന്നല്ല, ഞാൻ അവന് തക്കതായ തുണയെ കണ്ടെത്തി നൽകുമെന്ന് അരുളിച്ചെയ്ത ഞങ്ങളുടെ സ്വർഗീയ കർത്താവേ, ഈ മനോഹരമായിട്ടുള്ള നല്ല പ്രഭാതനായിട്ട് ഞങ്ങളെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ദൈവമായ കർത്താവേ, കുടുംബ ജീവിതം ദൈവത്തിൻ്റെ വലിയ ദാനമാണല്ലോ. ഈ സമൂഹത്തിൽ കർത്താവേ, കുടുംബങ്ങളായി നീ ഞങ്ങളെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്ന കൃപയ്ക്കായിട്ട് ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് കർത്താവേ, ഇന്ന് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ട ശിവനെയും സോജിയെയും ഇതിൽ കാര്യങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നാളിതുവരെയും അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും വളർച്ചകളിലും നിന്റെ സാന്നിധ്യം നിന്റെ കൃപയും കൊണ്ട് നീ അവരെ നിറച്ചുള്ളവർക്ക് ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. വളരുവാനായി നല്ല മാതാപിതാക്കളും ക്രിസ്തീയ കുടുംബ അന്തരീക്ഷവും നൽകിയതോർക്ക് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് കർത്താവേ, ശിവനെ തിരിക്കരങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ നാളുകളിലൊക്കെയും കർത്താവേ, പ്രിയപ്പെട്ട സൈറ്റാനോടും പ്രിയപ്പെട്ട വിനിയാൻഡിയോടും ചേർന്ന് കർത്താവേ, ക്രിസ്തീയ വിശ്വാസത്തിൽ വളരുവാൻ നക്കോണം ഇടയാക്കിയ എല്ലാ മുഖാന്തരത്തിനായിട്ട് ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തോടും ദേവാലയത്തോടും ഒക്കെ ചേർന്ന് നിൽപ്പാൻ നക്കോണം, വിശ്വാസത്തെ മുറുകെ പിടിക്കുവാൻ നക്കോണം കൊടുത്തിരിക്കുന്ന എല്ലാ കൃപകൾക്കായിട്ട് ഞങ്ങൾ നിനക്ക് നന്ദി കരയറ്റുന്നു. തുറന്ന് കർത്താവെ നീ വാഴ്ത്തണമേ, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശരിക്കായിട്ട് സ്തോത്രം ചെയ്യുന്ന കർത്താവെ, അവരുടെ കുടുംബ ജീവിതത്തിൽ വ്യാപരിച്ച ദൈവകൃപകൾക്കായിട്ട് ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഇന്നു മുതൽ പ്രിയപ്പെട്ട ശിവനോടൊപ്പം സോജിയും അവൻ്റെ ശരീരത്തോട് ചേർന്നുമ്പോൾ കർത്താവിനെ ഏക ശരീരമായിട്ട് അവർ രൂപാന്തരപ്പെടുന്നു. ഉദാശയിലൂടെ കർത്താവിനെ പരിശുദ്ധാത്മ നിറവിലായിരിക്കാൻ നമ്മൾ സഹായിക്കണമെന്ന് ഞങ്ങൾ നിങ്ങളോട് പ്രാർത്ഥിക്കുന്നു. നീയാണ് വിളിച്ച് ചേർത്തത് എന്നുള്ള പൂർണ്ണ ബോധ്യത്തോട് കർത്താവിനെ പൂർണ്ണ സമർപ്പണത്തോടും കൂടെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ നമ്മൾ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ശുശ്രൂഷകളെല്ലാം കർത്താവിൽ നിന്റെ കൃപ കൂടിയിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നന്മകളാലൊക്കെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവ് ഈ സമയം സൈറ്റാന്റെ പ്രത്യേക കാര്യങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കൊടുത്തിരിക്കുന്ന വലിയ സൗഖ്യത്തിനായിട്ട് കൂടുതലായിട്ട് ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഏറെ സന്തോഷത്തോടെ തൃപ്തിയോടുകൂടി കർത്താവിനെ ഇന്നത്തെ ദിവസമായിരിക്കാൻ നക്കോണം ദൈവനെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേക്ക് കൂടി പ്രിയപ്പെട്ട ശിവനെ തിരുക്കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്നത്തെ ശുശ്രൂഷകളെല്ലാം നിന്റെ കൃപ കൂടിയിരിക്കണമേ. അഭിമന്യ തിരുമേനിയെ തിരുക്കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തക്ക സമയത്ത് എത്തിച്ചേരുവാനും കർത്താവെ, മറ്റ് പട്ടക്കാരോടെല്ലാവരും ചേർന്ന് വിശ്വാസ സമൂഹത്തോട് ചേർന്ന് പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ ഒരുമിച്ച് കൂട്ടിച്ചേർക്കുവാൻ തക്കോണം ഞങ്ങളെല്ലാവരും എടുത്ത് ഉപയോഗിക്കണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. ഒന്ന് ചേരുവാനുള്ളവരെയൊക്കെ തക്ക സമയത്ത് കൂട്ടുവരുത്തണമേ. എല്ലാ കൃപകളും കർത്താവിനെ എല്ലാ ക്രമീകരണങ്ങളും നിന്റെ നാമത്തിൽ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ തക്കോണം സഹായിക്കുന്നു. പരിശുദ്ധാത്മ നിറവിൽ ഞങ്ങളെല്ലാവരും അനുഗ്രഹം പ്രാപിക്കാൻ തക്കണം ഇടയാക്കുന്നു. പ്രാർത്ഥന ശ്രദ്ധിച്ച് കേട്ടതോർക്ക് സ്തോത്രം. യേശുവിൻ നാമത്തിൽ അഭിഷേക പ്രാർത്ഥന കൃപയുടെ കേട്ടു നാരായണമേ. സ്വർഗ്ഗസ്നായ ഞങ്ങളുടെ പിതാവേ, പിതൃപുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവത്തിൻ്റെ വാഴ്വുള്ള അനുഗ്രഹങ്ങളും നാം ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളോടും പ്രത്യേകിച്ച് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതായിട്ടുള്ള പ്രിയപ്പെട്ട ശിവനോടും സൂചിയോടും അവരുടെ തുടർന്നുള്ള കുടുംബ ജീവിതത്തോടും ഇന്നത്തെ എല്ലാ ശുശ്രൂഷകളോടും കൂടെ എന്നും എന്നേക്കും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. What
It's you, it's always you. If I'm ever gonna fall in love, I know it's gonna be you. It's you, it's always you. Met a lot of people, but nobody feels like you. So please don't break my heart, don't tear me apart. I know how it starts, trust me, I've been broken before. Don't break me again, I am delicate. Please don't break my heart, trust me, I've been broken before. I've been broken, yeah. I know how it feels to be open and then find out your love isn't real. I'm still hurting, yeah, I'm hurting inside. I'm so scared to fall in love, but if it's you, then I'll try. It's you, it's always you. If I'm ever gonna fall in love, I know it's gonna be you. It's you, it's always you. Met a lot of people, but nobody feels like you. So please don't break my heart, don't tear me apart. I know how it starts, trust me, I've been broken before. Don't break me again, I am delicate. Please don't break my heart, trust me, I've been broken before. No, I'm not the best at choosing lovers. We both know my past speaks for itself. If you don't think that we're right for each other, then please don't let history repeat itself. Cause I want you, I want you. There's nothing else I want. Cause I want you, I want you. And you're the only thing I want. It's you, it's always you. If I'm ever gonna fall in love, I know it's gonna be you. സന്തോഷത്തോടെ താബോർ മാർത്തോമ ഇടവകയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്നത്തെ വിവാഹ കുദാശ മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത് കോട്ടയം കൊച്ചി ഭദ്രാസനത്തിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന അഭിനന്ദ തോമസ് മാർ തിമോത്തിയോസ് എപ്പിസ്കോപ്പ തിരുമനസ്സുകൊണ്ടാണല്ലോ. തിരുമേനിയും ഏറെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. വന്നു ചേർന്നിരിക്കുന്ന എല്ലാവരും പ്രാർത്ഥനയോടുകൂടി ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കണമെന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. ആരാധന ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നെ ആരും അതാത് സ്ഥാനങ്ങളിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ ആരാധന പൂർത്തിയാകുന്നിടം വരെയും അതാത് സ്ഥാനങ്ങളിൽ തന്നെ നിൽക്കണമെന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. അതത് സമയത്ത് പറയുന്നതായിട്ടുള്ള നിർദ്ദേശങ്ങളനുസരിച്ച് ആരാധനയിൽ എല്ലാവരും സംബന്ധിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. ഫോട്ടോഗ്രാഫർമാർ നിങ്ങൾ ദയവ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടയ്ക്ക് വെച്ച് സൂക്ഷിയുടെ ഇടയ്ക്ക് വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മുറിച്ച് കിടക്കരുത്. നിങ്ങൾ ഗാനം ആലപിക്കുന്നതായിട്ടുള്ള സമയത്ത് ജനം ഇരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മൂവ് ചെയ്യാനായിട്ടുള്ള അനുവാദം ഉണ്ടായിരിക്കുന്നതാണ് എന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. എല്ലാവർക്കും പ്രാർത്ഥനയോടെ ആരാധനയോടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കണമെന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. ഇപ്പോൾ ഗായകസംഘം ഗാനം ആലപിക്കുന്നതാണ്. You
റൂഹായിക്കും സ്തുതി. ആകാശവും ഭൂമിയും തന്നെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാൻ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉന്നതങ്ങളിൽ സ്തുതി. പരിശുദ്ധനാകുന്നു അല്ലാത്തവനെ പരിശുദ്ധനാകുന്നു. പരിശുദ്ധനാകുന്നു അല്ലാത്തവനെ പരിശുദ്ധനാകുന്നു. പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനെ പരിശുദ്ധനാകുന്നു. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. നിനക്ക് സ്തുതി. ഞങ്ങളുടെ പിതാവേ ദൈവമായ കർത്താവേ, നിന്നോട് കൂടെയുള്ള അഴിവില്ലാത്ത സന്തോഷത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. നിന്നിൽ ഞങ്ങളുടെ സന്തോഷങ്ങളുടെ അനുഭവം ഞങ്ങൾ ആനന്ദത്തിന് പൂർത്തിയും ഞങ്ങൾക്ക് ഉണ്ടാകുമാറാകണമേ. നിന്നിൽ ഞങ്ങളുടെ ദേഹികളും ആത്മാക്കളും സന്തോഷിക്കുമാറാകണമേ. നിന്റെ കരുണയാൽ ഞങ്ങളുടെ സങ്കടങ്ങൾ മാഞ്ഞു പോകുകയും നിന്റെ അനുഗ്രഹത്താൽ ഞങ്ങളുടെ നന്മകൾ വർദ്ധിക്കുകയും ഞങ്ങളുടെ വാഴുകൾ സമൃദ്ധിയായി തീരുകയും ഞങ്ങളുടെ മണവാളന്മാർ പൂർണ്ണതപ്പെടുകയും ഞങ്ങളുടെ മണവാട്ടികൾ പരിപൂർണപ്പെടുത്തുകയും ചെയ്യുമാറാകണമേ. നിന്നോട് കൂടെ മാധ്യമങ്ങൾ നിന്നെ പ്രസാദിപ്പിച്ചിട്ടുള്ള സകല പരിശുദ്ധന്മാരോട് കൂടെ മാഞ്ഞു പോകാത്ത ഭാഗ്യങ്ങളിലും നിന്റെ പരിശുദ്ധരുടെ കൂട്ടങ്ങളിലും നിന്റെ വത്സരരുടെ സംഘങ്ങളിലും ഞങ്ങൾ സന്തോഷിക്കുമാറാകണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ദൈവമേ, സ്തുതിയും സ്തോത്രവും നിനക്ക് ഞങ്ങൾ കരേറ്റും. ഇപ്പോൾ മണവാളിനും മണവാട്ടിക്കും തൊഴിൽക്കാരിക്കും ഒഴികെ ബാക്കി എല്ലാവർക്കും ഇരിക്കാവുന്നതാണ്. മനോർഭവാസികളെയും സന്തോഷിപ്പിച്ച സമാധാനപ്പെടുത്തിയ ആ നിന്റെ സമാധാനം ഇപ്പോൾ അന്യോന്യം ചേർന്ന് വന്നിരിക്കുന്ന ഞങ്ങളുടെ സഹോദര സഹോദരികളെ സംയോജിപ്പിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ദൈവമേ, ഇവർ തങ്ങളുടെ ആയുഷ്കാലമൊക്കെയും അന്യോന്യം സ്നേഹിക്കുകയും സന്തോഷപൂർവ്വം തമ്മിൽ തമ്മിൽ കൈക്കൊള്ളുകയും ചെയ്യേണ്ടതിന് ഇവർക്ക് പൂർണ്ണ ഐക്യം ഉണ്ടായിരിക്കുമാറാകണമേ. ആയിരിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. നമുക്ക്
തേജസ്സും പുകഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല മഹിമയും എല്ലായ്പ്പോഴും കരേറ്റുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരണത്. ജാതികളുടെ പുത്രിയെ തനിക്ക് സഭയായി തെരഞ്ഞെടുക്കുകയും നിഷ്കളങ്കമായ നല്ല രക്തത്താൽ സകല മാലിന്യങ്ങളിൽ നിന്നും പിഴകളിൽ നിന്നും അതിനെ വെടിപ്പാക്കുകയും ഭൗമാസഭയെ വിവാഹം നിശ്ചയിക്കുകയും താനതിനെ വിവാഹം നിശ്ചയിക്കപ്പെട്ടവരായി തീരുകയും മ്ലേച്ഛാപിശാചുക്കളുടെ അടിമത്തത്തിൽ നിന്നതിനെ മുന്നെടുക്കുകയും സകല കടങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും അതിനെ സ്വാതന്ത്ര്യപ്പെടുത്തുകയും ചെയ്ത സ്വർഗീയ മണവാളനായിരിക്കുന്ന മനുഷ്യതമ്പുരാന് തന്റെ അടിയാളുടെ മോദരന്മാരുടെ ശുശ്രൂഷ പൂർണ്ണമാക്കപ്പെടുന്ന ഈ സമയം നേരത്തും നമ്മുടെ ആയുഷിന്റെ എല്ലാ ദിവസങ്ങളിലും സ്തുതിയും ബഹുമാനവും വന്ദനവും എന്നേക്കും യോഗ്യമായിരിക്കുന്നുവായിരിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. സകലവിധ അറിവുകൾക്കും മേലായി മഹോന്നതപ്പെട്ടിരിക്കുന്നവനും നന്മകളിൽ സർവദാ സമൃദ്ധിയുള്ളവനും സകല തിന്മകളിൽ നിന്നും അകന്നിരിക്കുന്നവനും ദൈവികമായ അനുഗ്രഹങ്ങളുടെ ഉറവും നന്മകളുടെ നദിയുമായിരിക്കുന്ന ദൈവമായ കർത്താവേ, നാശമില്ലാത്തതും സകല കഷ്ടതകളിൽ നിന്നും മരണത്തിൽ നിന്നും നിത്യമായി ഒഴിഞ്ഞിരിക്കുന്നതുമായ വെടിപ്പുള്ള മോറോൻ നീയാകുന്നു. മോതിരത്താൽ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും സന്തോഷങ്ങൾ തികവായി പൂർണ്ണതപ്പെടുവാനും വിവാഹ നിശ്ചയം ചെയ്തിട്ടുള്ളവരുടെ ആനന്ദം മോതിരത്താൽ പരിപൂർണമായി നിറവേറുവാനും നിയമിച്ചവൻ നീയാകുന്നു. വിശുദ്ധ സഭയുടെ മോതിരത്തെ നീ അനുഗ്രഹിച്ച പ്രകാരം നിന്റെ ദൈവികമായ അനുഗ്രഹങ്ങൾ കൊണ്ട് ഈ മോതിരങ്ങളെ നീ അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ പുത്രനാകുന്ന ഈ മണവാളനെയും ഞങ്ങളുടെ പുത്രിയാകുന്ന ഈ മണവാട്ടിയെയും ജ്ഞാനത്തിൽ തികഞ്ഞവരും പൂർണ്ണതയുള്ളവരുമാക്കണമേ. കർത്താവേ, കൃപ ചെയ്ത് ഇവരുടെ വിവാഹം സകല മാലിന്യങ്ങളിൽ നിന്നും വെറുപ്പുകളിൽ നിന്നും അകന്നിരിക്കുന്നതുമാക്കണമേ. ദൈവമായ കർത്താവേ, സകലത്തിലും വരുവാനിരിക്കുന്ന ലോകത്തിലും അഴിവില്ലാത്തവണ്ണം ഇവരെ നീ സന്തോഷിപ്പിക്കണമേ. ഒഴിഞ്ഞു പോകാത്ത ഈ മണവറയിൽ ഇവരുടെ ആയുഷ്കാലം മുഴുവൻ വിവിധ പ്രാകാരേണ ഇവരെ നീ അലങ്കരിക്കണമേ. ഇറന്മാരും മാലാഖമാരും ഇടവിടാതെ സന്തോഷിക്കുന്നിടമായ നിന്റെ സ്വർഗീയ മണവറയ്ക്ക് ആനന്ദപൂർവ്വം നീ ഇവരെ അടുപ്പിക്കണമേ. കർത്താവേ, നിന്റെ തിരുസന്നിധിയിൽ നിൽക്കുന്ന ഈ കൂട്ടത്തെയും പാപങ്ങളിൽ നിന്നും വെറുപ്പുകളിൽ നിന്നും പിഴകളിൽ നിന്നും സ്നേഹപൂർവ്വം നീ സ്വാതന്ത്ര്യപ്പെടുത്തണമേ. നിന്നാൽ ഇവർ അനുഗ്രഹിക്കപ്പെടുകയും നിന്നെ ഇവർ വാഴ്ത്തുകയും തിരുസന്നിധിയിൽ മതിവരാതെ ഇവർ നിന്ന് നിന്നെയും നിന്റെ പുത്രനും വിശുദ്ധ റൂഹായെയും ഇടവിടാതെ സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. ആയിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. കന്യാവ്രതവും പഠിപ്പുമുള്ള ദേഹികളെ തനിക്ക് വിവാഹത്തിന് നിശ്ചയിക്കുന്ന സത്യമണവാളനായുള്ളവേ, അനുവിനും വിവാഹ നിശ്ചയം ചെയ്യുകയും നിന്റെ ശ്രേഷ്ഠതയുടെ സന്നിധിയിൽ നിൽക്കുന്ന ബലഹീനരായ ഞങ്ങൾ മുഖാന്തരം അവരുടെ മണവാളത്വത്തിന്റെ മധ്യസ്ഥനായി നിന്നെ സ്വീകരിക്കുകയും ചെയ്തിരിക്കുന്ന ഈ നിന്റെ അടിയാരിൽ നിന്ന് ശ്രേഷ്ഠ നിർവഹികളാകുന്ന മാധുര്യവും ഇമ്പവുമുള്ള പരിമളം വീശുവാൻ ഇവരെ യോഗ്യതയുള്ളവരാക്കണമേ. സത്യസ്നേഹവും നിരപ്പൻ സമാധാനവും ഭിന്നിച്ചു പോകാത്ത ഐക്യവർക്ക് തമ്മിലുണ്ടായിരിക്കുമാറാകണമേ. ആത്മാവിലും ശരീരത്തിലും അന്യോന്യ നിർമ്മലതയെ കാത്തുകൊള്ളുവാൻ ഇവരെ നീ ശക്തിപ്പെടുത്തണമേ. നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്ത്രീ സഹോദരർക്ക് അനേക്കുമാറാകണമേ. എന്റെ കൃപയാലും ബഹുമാനുഗ്രഹങ്ങളാലും ഈ മോദനങ്ങളെ വാഴ്ത്തുന്ന പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. സഭയിൽ മക്കളുടെ സന്തോഷങ്ങൾ പൂർണ്ണമാകുവാനായിട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവന വിശുദ്ധയുമുള്ള റൂഹായുടെയും തിരുനാമത്തിൽ ഈ മോതിരങ്ങൾ വാഴ്ത്തപ്പെടുന്നു. മണവാള നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ വരും കൈകാര്യപൂർവ്വം നിന്റെ
നീ പ്രാപിക്കുമാറാകാം. നന്മകളും വാഴ്വുകളും നിറഞ്ഞിരിക്കുന്ന ഈ വലം കൈ നിന്റെ ആയുഷ്കാലം മുഴുവൻ നിന്നോടുകൂടെ ഇരുന്ന് നിന്നെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. വാഴ്വുകൾ നിറഞ്ഞിരിക്കുന്ന നമ്മുടെ കർത്താവേ ശിക്ഷയുടെ വലം കൈ രഹസ്യമായി നിന്റെ അടുക്കലേക്ക് നീട്ടപ്പെട്ടിട്ട് വിശുദ്ധാസ്മികന്മാരുടെ കയ്യിൽ നിന്നുപോലെ വന്യപിതാവിന്റെ കയ്യിൽ നിന്ന് നിന്റെ വിവാഹ നിശ്ചയത്തിന്റെ ലക്ഷ്യമായി മോതിരത്തെ നീ സ്വീകരിക്കാം. ആത്മാവിന്റെയും ശരീരത്തിന്റെയും സ്വസ്ഥതയാലും ഹൃദയ സന്തോഷത്താലും ധനിക്കുന്നതിന്റെ പിതാവിനും തന്നെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും നീ കരയേറ്റുകയും ചെയ്യണം. തന്റെ മശിഹ മൂലം വിശുദ്ധ സഭയുടെ സന്തോഷങ്ങൾ പൂർത്തിയാക്കിയ ദൈവമായ കർത്താവ് അന്യോന്യം വിവാഹം നിശ്ചയം ചെയ്തിട്ടുള്ള ഈ നമ്മുടെ മക്കളെ സത്യം കൊണ്ടും നീതികളോടുകൂടെ സ്വർഗീയ വാഴ്വുകൾ താൻ ഇവർക്ക് നൽകട്ടെ. അടക്കമുതുക്കം കൊണ്ട് ഇവരെ താൻ അലങ്കരിക്കട്ടെ. ഇസഹാക്കിന്റെയും റബേക്കായുടെയും വിവാഹ നിശ്ചയം പൊന്നാഭരണങ്ങളാൽ പൂർണ്ണമാക്കിയ പ്രകാരം നീതിയുടെ മോതിരങ്ങളാൽ താൻ ഇവരെ പൂർണ്ണമാക്കട്ടെ. തന്റെ രക്ഷ കൊണ്ട് മണവാളിനെ താൻ സന്തോഷിപ്പിക്കട്ടെ. വഴക്കവും നാശവും വരാതെ ആഗ്രഹിക്കത്തക്ക അലങ്കാരങ്ങളാൽ ഈ മണവാട്ടിയെ താൻ അലങ്കരിക്കട്ടെ. ഇമ്പകരമായ ശൂശാന പുഷ്പങ്ങളെക്കാൾ വിശേഷവാസന നൽകുന്ന പരിപാടിയിൽ കൂടി ഇവരുടെ മനസാക്ഷി മുഴുവനും കടത്തിക്കൊണ്ടുപോകുവാൻ ദൈവം ഇവർക്ക് സംഗതിയാകട്ടെ. മനുഷ്യവർഗത്തെ ദോഷിക്കുന്ന ദുഷ്ടന്മാരും അസൂയക്കാരുമായ മനുഷ്യരിൽ നിന്നും ദൈവം ഇവരെ രക്ഷിക്കട്ടെ. വിവാഹത്തിന്റെ നിർമ്മലാവസ്ഥയെ വഷളാക്കുന്ന ദുഷ്ടാത്മാക്കളിൽ നിന്നും ഇവരെ താൻ വിടുവിക്കട്ടെ. കർത്താവ് തന്റെ അടുക്കൽ നിന്ന് നന്മയുള്ള കാലങ്ങളും അനുഗ്രഹകരമായ ആണ്ടുകളും ഇവർക്ക് നൽകട്ടെ. ദൈവമായ കർത്താവേ, നിന്റെ ശ്രേഷ്ഠതയുടെ മുമ്പാകെ നിൽക്കുന്ന ബലഹീനരും പാപികളുമായ നിന്റെ അടിയാരായി ഞങ്ങളുടെ അപേക്ഷകൾ കേട്ട് വാഴ്വുകളുടെ മക്കളെയും സന്തോഷങ്ങളുള്ള കാലങ്ങളെയും ഇവർക്ക് നൽകണമേ. സൽപ്രവർത്തികളാകുന്ന സമ്പത്ത് ഇവർക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കണമേ. നിന്നിലുള്ള സത്യവിശ്വാസത്തിൽ ഇവരെ സ്ഥിരപ്പെടുത്തണമേ. അതിൽ ഇവർ നിലനിൽക്കുന്നവരും തങ്ങളുടെ മക്കൾക്ക് അതിനെ അവകാശമാക്കി കൊടുക്കുന്നവരും ആയിരിക്കാൻ ഇവർക്ക് കൃപ നൽകണമേ. ഈ കല്യാണ വിരുന്നിനൊരുങ്ങി വന്നിട്ടുള്ളവരുടെ മേലും നിന്റെ നന്മകളും വാഴ്വുകളും വർദ്ധിപ്പിക്കണമേ. ജയം നൽകുന്ന നിന്റെ സ്ലീബായാൽ ഈ മണവാളിനെയും മണവാട്ടിയെയും കാത്തുകൊള്ളണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ദൈവമേ, ഞങ്ങളെല്ലാവരുടെ മേലും നിന്റെ അനുഗ്രഹങ്ങൾ വർഷിപ്പിക്കുകയും ചെയ്യണമേ. ഓശോ ബഹുകൂല സുബാലോൽമീ മർമ്മം കാണിച്ചു ലോകാന്ത്യം വരെ നിന്നോട് രാജസുതനിക്കായി നൽകി സർവമെനിക്കായി തന്നിടുന്നു. വഞ്ചകനാം ദുഷ്ടനോ രക്ഷകനാമീശോയേ സ്തോത്രം. ആയുധമെന്റെ ചാർത്തിനാൽ മാംസം രക്തം മണവാട്ടി പകലോട് തുല്യോ പരിമളവൃക്ഷത്തോടങ്ങ് നീതീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ സാക്ഷ്യത്തിൽ ഒരുങ്ങി വന്നിരിക്കുന്ന വിശ്വാസികളെ നിങ്ങളുടെ പ്രയത്നങ്ങളുടെ ഫലം 30,000, 60,000, 100,000 നിങ്ങൾക്ക് നൽകട്ടെ. എല്ലായ്പ്പോഴും നന്മകൾ നിങ്ങൾക്ക് താൻ നൽകട്ടെ. നമ്മുടെ കർത്താവിന്റെ ശ്രീഭാര്യാപ്പകർ നിങ്ങളോടുകൂടെ ഇരുന്ന് സാത്താനിൽ നിന്നും അവന്റെ സകല സൈന്യങ്ങളിൽ നിന്നും എല്ലായ്പ്പോഴും നിങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ.
പാട്ട് പാടുന്നതായിരിക്കും. ശുശ്രൂഷയുടെ ഒന്നാം ഭാഗം വിവാഹനിശ്ചയത്തിൻ്റെ ശുശ്രൂഷയായ മോതിരം വാഴ്വിൻ്റെ ശുശ്രൂഷയായിരുന്നു. തുടർന്ന് വിവാഹത്തിൻ്റെ ശുശ്രൂഷയായ കിരീടം വാഴ്വിൻ്റെ ശുശ്രൂഷ ആരംഭിക്കുകയാണ്. കുരിശിൻ്റെ കിരീടം മണവാളൻ്റെയും മണവാട്ടിയുടെയും തലകളിൽ മേൽ വെച്ചുകൊണ്ട് നാം ദൈവത്തോട് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയാണ്. കുരിശ് രക്ഷയുടെ പ്രതീകമാണ്. കുരിശ് നീതിയുടെ പ്രതീകമാണ്. കുരിശ് സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും വിജയത്തിൻ്റെയും പ്രതീകമാണ്. നാം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ പ്രിയപ്പെട്ട മക്കൾ അവരുടെ കുടുംബ ജീവിതത്തിൽ ആദ്യാവസാനം രക്ഷയുടെ അനുഭവം, നീതിയുടെ അനുഭവം, സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും വിജയത്തിൻ്റെയും അനുഭവം അവർക്ക് നൽകണമേ എന്നാണ്. മണവാളിനെ മണവാട്ടിയെയും ശാന്തമായി നമുക്കൊരു നിമിഷം പ്രാർത്ഥനയിൽ ഓർക്കാം. പുത്രനും പരിശുദ്ധാരൂഹായിക്കും സ്തുതി. ദൈവമായ കർത്താവേ, മാഞ്ഞു പോകാത്ത കല്യാണവിരുന്നിനും അഴിഞ്ഞു പോകാത്ത മണവരയ്ക്കും ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കണമേ. ആ കല്യാണവിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന തോഴ്മക്കാരോടുകൂടെ നിന്റെ നിത്യസന്തോഷങ്ങൾക്ക് ഞങ്ങളെയും നീ ക്ഷണിക്കണമേ. ഞങ്ങളവരോടുകൂടെയും അവരുടെ ഇടയിലും നിനക്കും നിന്റെ പിതാവും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരയുകയും ചെയ്യുമാറാകണമേ. നമ്മുടെ മാതാപിതാക്കളെ അനുഗ്രഹിക്കുന്ന ആ ദൈവത്തിൻ്റെ അനുഗ്രഹം മണവാളൻ്റെ മേലും മണവാട്ടിയുടെ മേലും നേർന്നുകൊണ്ട് ഗീതം പാടി കുരിശ് വരയ്ക്കുമ്പോൾ അനുഗ്രഹങ്ങൾ സ്വീകരിക്കുന്ന അടയാളമായി മണവാളിനും മണവാട്ടിയും കുരിശ് വരയ്ക്കുന്നതാണ്. ഗീതത്തിന് പ്രതിവാക്യമായി എല്ലാവർക്കും ചേർന്ന് ദേവാകൃപ ചെയ്യണമേ നീ എന്ന് പാടാവുന്നതാണ്. ആരാധനയെ സംബന്ധിക്കുന്ന എല്ലാവർക്കും ചേർന്ന് പാടാവുന്ന ഒരു വരിയാണ് ദേവ കൃപ ചെയ്യണമേ നീ എന്ന്. Yes.
ദാനമായി തീർന്നിരിക്കുന്ന ഏതിന്റെ അടിയാരെ നിന്റെ ദാനങ്ങളുടെ ഐശ്വര്യത്താൽ ശ്രേഷ്ഠരാക്കണമേ. നിന്റെ നൽവരങ്ങളാൽ നീ ഇവരെ സന്തോഷിപ്പിക്കണമേ. നിന്റെ ദൈവിക കൽപ്പനകളുടെ ആനന്ദം കൊണ്ട് ഇവരെ നീ നിറയ്ക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ദൈവമേ, ഇവർ സന്തോഷത്തോടും ആനന്ദത്തോടും കൂടെ നിനക്ക് സ്തുതി പാടുകയും നിന്റെ തിരുസന്നിധിയിൽ ഉല്ലസിക്കുകയും ചെയ്യുമാറാകണമേ. ആയിരിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. കർത്തനരാജൻ നിൻ ബലത്തിൽ സന്തോഷിക്കും. എല്ലായ്പ്പോഴും നിരന്തരം കരയേറ്റുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. ഇരുന്നവനും ഇരിക്കുന്നവനും തലമുറ തലമുറയായ യഥാപ്രകാരമായിരിക്കുന്നവരുമായ സ്വയംഭൂവും തന്റെ മാലാഖമാർ തന്റെ സിംഹാസനത്തിൽ നിന്ന് തനിക്ക് വന്ദനം അണച്ചുകൊണ്ടിരിക്കുന്ന ആദ്യന്തമില്ലാത്ത വചനവും ധാരാളമായ തന്റെ കരുണ നിമിത്തം നമ്മുടെ എല്ലാവരുടെ മേലും കരുണ ചെയ്ത് തന്റെ അടുക്കിലേക്ക് നമ്മുടെ വർഗത്തെ തിരിപ്പിച്ച മഹത്വാനും മഹോന്നതനും മണവാളന്മാർക്കും മണവാട്ടികൾക്കും സന്തോഷങ്ങളുടെ കിരീടങ്ങളെ സൗജന്യം ചെയ്യുന്നവരുമായ തന്റെ ശ്രേഷ്ഠത്വത്തിന് സ്തുതി. തന്റെ അടിയാറുടെ കിരീടമായ ശുശ്രൂഷ പൂർണ്ണമാക്കപ്പെടുന്ന ഈ നേരത്തും നമ്മുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും വന്ദനവും എന്നേക്കും തനിക്ക് യോഗ്യമായിരിക്കുന്നു. ആയിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. സ്വർഗീയ സൈന്യങ്ങളും ഭയത്തോടും പറയലോടും കൂടെ തന്നെ ബഹുദീകരിക്കുകയും അത്യുതങ്ങളിൽ അഗ്നിമാരുടെ കൂട്ടങ്ങൾ തന്റെ ശ്രേഷ്ഠതയിൽ ഭ്രമിച്ചുള്ളതുകയും അവിടീയമായ തന്റെ കരുണയുടെയും അപരിമയമായ തന്റെ ദയയുടെയും ധാരാളതയാൽ വലിയവരായ ഞങ്ങളുടെ സ്തുതികളിൽ സന്തോഷിക്കുകയും ബലഹീനരും മൺമയനുമായ ഞങ്ങളുടെ ശുശ്രൂഷയെ പ്രസാദിക്കുകയും ചെയ്യുന്ന ദൈവമായ കർത്താവേ, എല്ലാ സ്ഥലങ്ങളിലും സഞ്ചരിക്കുന്നവരും നിന്റെ ശ്രേഷ്ഠതയുടെ അധികാരത്തിന് കീഴിൽ വസിക്കുന്നവരും പ്രത്യേകമായുടെ അടുത്ത് വന്ന് നിന്റെ കീഴിലും നിന്റെ ദയയുടെ ചെറിയ കീഴിൽ അഭയം പ്രാപിച്ചിരിക്കുന്നതുമായ നിന്റെ അടിയാരെ നീ വാഴ്ത്തേണമേ. ഇവർ തങ്ങളുടെ സകല പ്രവൃത്തികൾ ഉത്തമരായിരിക്കാൻ ഇവരെ നീ സുഖത്തോടെ രക്ഷിച്ച് സന്തോഷിപ്പിക്കണമേ. കർത്താവേ, ഇവരെ കാത്ത് സ്വർഗരാജ്യത്തേക്ക് നടത്തുന്ന നേർവഴിയിൽ കൂടെ ഓടുവാനും ആത്മീയ നിർവഹണങ്ങളിൽ പൂർണ്ണതയുള്ളവരാകുവാനും ദേഹാദേഹികൾക്ക് പ്രയോജനകരമായ ദൈവിക വ്യാപാരം ചെയ്ത് ആദായമുണ്ടാക്കുവാൻ ഇവർക്ക് കൃപ നൽകണമേ. കർത്താവേ, നിത്യജീവനെ സ്നേഹിക്കുന്നവരും പാപമരണമുള്ളവരിൽ നിന്ന് അവതരിക്കുന്നവരുമാകുവാൻ ഇവർക്ക് നീ സംഗതിയാക്കണമേ. നിന്റെ പരിശുദ്ധയുടെ പാർശ്വത്തേക്ക് അടുത്ത് വരുവാനും ശപിക്കപ്പെട്ട സാത്താന്റെ അടിമയിൽ നിന്ന് ഓടിപ്പോകുവാനും ഇവരുടെ ഹൃദയങ്ങളെ ഒന്നാക്കണമേ. നിന്റെ ആത്മീയ മുദ്രിതോടത്തിൽ നീതിയുടെ വേലക്കാരും നിന്നോടുള്ള ഭയഭക്തിയുടെ തീഷ്ണതയിലും നിന്റെ കൽപ്പനകളുടെ അനുഷ്ഠാനത്തിലും താല്പര്യമുള്ളവരുമാകുവാൻ ഞങ്ങൾക്കും ഇവർക്കും ഇടയാക്കണമേ. കർത്താവേ, നിന്റെ പരിശുദ്ധരുടെ സംഘങ്ങൾക്ക് തുല്യരും അന്യോന്യം സ്നേഹിക്കുന്നവരും തിന്മപ്പെട്ടവനെ ദേഷിക്കുന്നവരും നിന്റെ ദൈവത്വത്തിന് അനുസരണമുള്ളവരുമായിട്ട് ഞങ്ങളെ ആക്കണമേ. നിന്റെ സുഖരാജ്യത്തിൽ ആനന്ദിപ്പാൻ ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കണമേ. നല്ലവരും മനുഷ്യനെ സ്നേഹിക്കുന്നവന് നീ ആകയാൽ നിനക്ക് നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ കരയേറ്റുന്നു. ആയിരിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. Sudan
എഫേസർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൽ നിന്നും എന്റെ സഹോദരൻ കർത്താവായ യേശുവിന്റെ നാമത്തിൽ എല്ലാവരും വേണ്ടി എല്ലായ്പ്പോഴും പിതാവായ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നവരായിരിക്കും. മിശിഹായുടെ സ്നേഹത്താൽ അന്യോന്യം കീഴ്പ്പെടുന്നവരായിരിക്കും. സ്ത്രീകളെ നമ്മുടെ കർത്താവിൽ എന്ന പോലെ നിങ്ങൾ ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെട്ടിരിക്കും. എന്തുകൊണ്ടെന്നാൽ മിശിഹാ സഭയുടെ തലയും ശരീരത്തിന്റെ രക്ഷിതാവാകുന്ന പ്രകാരം പുരുഷൻ സ്ത്രീയുടെ തലയാകുന്നു. സദാ മിശിഹായ്ക്ക് കീഴ്പ്പെടുന്ന പ്രകാരം തന്നെ ഭാര്യമാർ നമ്മുടെ ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴ്പ്പെട്ടിരിക്കണം. പുരുഷന്മാരെ നമ്മുടെ ഭാര്യമാരെ സ്നേഹിക്കുകയും മശിഹായും തന്റെ സഭയെ സ്നേഹിക്കുകയും ജലസ്നാനത്താലും വചനത്താലും അതിനെ ശുദ്ധീകരിച്ച് ഒഴിപ്പാക്കുവാൻ മഹത്വമുള്ളതായും മാലിന്യവും കറയും വ്യത്യാസമായി യാതൊന്നുമില്ലാതെ വിശുദ്ധയും നിഷ്കളങ്കയുമായും തനിക്ക് തന്നെ സഭയായി അതിനെ നിർത്തുവാനും അതിനുവേണ്ടി തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തതുപോലെ തന്നെ പ്രകാരം തങ്ങളുടെ ശരീരങ്ങളെ എന്ന പോലെ തങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പാൻ പുരുഷന്മാർക്ക് ന്യായവുമാകുന്നു. സഹോദരൻ വണക്കത്തോടും ഭയത്തോടും വണക്കത്തോടും ശ്രദ്ധിച്ച് നമ്മുടെ കർത്താവ് ദൈവത്തിന്റെ വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ലോകത്തിന് ജീവനും രക്ഷയും പ്രസംഗിക്കുന്ന നാമത്തായി ശ്രീഹായി എഴുതിയ ജീവൻ നൽകുന്ന പ്രസംഗമായ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധായ എവങ്കേലിയോൻ. അറിയാമിൽ നിന്ന് ജലമെടുത്ത ദൈവമായ ജീവന്റെ വചനമായി നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായ യേശു മിശിഹായുടെ നടപടിയുടെ കാലത്ത് പ്രകാരം സംഭവിച്ചു. വചനങ്ങളെ പറഞ്ഞു തീർന്ന ശേഷം ഗലീലയിൽ യാത്ര പുറപ്പെട്ട് യോർദാന്റെ യഹൂദയുടെ അതിർത്തിയിലേക്ക് എഴുന്നള്ളി വളരെ പുരുഷാരും തന്നെ പിന്നാലെ ചെന്നു. അവിടെ വെച്ച് അവരെ താൻ സൗഖ്യമാക്കി. പരീക്ഷന്മാർ അവൻ്റെ അടുക്കൽ വന്നവനെ പരീക്ഷിച്ചുകൊണ്ട് യാതൊരു കാരണത്താലെങ്കിലും ഒരുത്തനെ തന്റെ ഭാര്യയെ അപേക്ഷിപ്പാൻ ന്യായമാകുന്നുവോ എന്ന് ചോദിച്ചു. അപ്പോൾ താൻ അവരോട് ഉത്തരമായി ചെയ്തത്, ആദ്യം സൃഷ്ടിച്ചവരവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു എന്നും ഇതുകൊണ്ട് പുരുഷൻ തന്റെ പിതാവിനെയും തന്റെ മാതാവിനെയും വിട്ട് തന്റെ ഭാര്യയോട് ചേർന്നിരിക്കും, അവർ ഇരുവരും ഒരു ജഡമായി തീരുമെന്ന് അരുളി ചെയ്തു എന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? ആകയാൽ അവർ രണ്ടെല്ലാവരും ശരീരമത്രേ. അതുകൊണ്ട് ദൈവം കൂട്ടിച്ചേർത്തതിനെ മനുഷ്യൻ വേർതിരിക്കരുത്. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. എല്ലാവർക്കും അവിടെ ഇരിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവന വിശുദ്ധിയുമുള്ള റൂഹായുടെ തിരുനാമത്തിൽ വാഴ്ത്തപ്പെട്ട് പൂർണ്ണമാക്കപ്പെട്ടിരിക്കുന്നു. Yeah.
നിന്നെ കിരീടം ധരിപ്പിക്കട്ടെ. നാശമില്ലാത്ത അലങ്കാരങ്ങളാൽ നിന്നെ അലങ്കരിക്കട്ടെ. ശത്രുവിന്റെ സകല ശക്തിക്കും നേരെ തോറ്റുപോകാത്തായതും നിന്നെ ധരിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. നാശമില്ലാത്ത അലങ്കാരങ്ങളാൽ നിന്നെ അലങ്കരിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി നീ കരേറ്റയും കൊണ്ട് നിന്റെ ആയുഷ്കാലമൊക്കെയും സന്തോഷിക്കുമാറാകാം. മനുഷ്യരുടെ ആയുസ്സിൽ പ്രിയമുള്ള കർത്താവ് നിങ്ങളുടെ ആയുസ്സിലും പ്രിയപ്പെടുകയും നിങ്ങളുടെ കൂട്ടായ്മയെ വാഴ്ത്തുകയും ചെയ്യട്ടെ. സ്വർഗീയ മണവാളനാകുന്ന മശിഹ സത്യത്തിൻ്റെ മണവാത്മ കൊണ്ട് നിങ്ങളുടെ മണവാത്മയെ മുദ്രയിടട്ടെ. മശിഹ തൻ്റെ സഭയിൽ സന്തോഷിച്ചതുപോലെ നിങ്ങളും അന്യോന്യം സന്തോഷിക്കണം. അനുഗ്രഹങ്ങളുടെ വലുകൈ നിങ്ങളുടെ മേൽ വന്നാവസിച്ച് സകല ഉപദ്രവങ്ങളിൽ നിന്നും നിങ്ങളെ കാത്തുകൊള്ളട്ടെ. സമാധാനത്തിൻ്റെ മാലാഖ നിങ്ങളോടുകൂടെ ഇരുന്ന് ആകെ കുർസായുടെ വഞ്ചനയിൽ നിന്ന് നിങ്ങളെ കാത്തുകൊള്ളട്ടെ. കൊല്ലുന്നതായ അസൂയയിൽ നിന്ന് ദൈവം നിങ്ങളെ രക്ഷിക്കട്ടെ. അന്യോന്യം നിങ്ങളെ താൻ സന്തോഷിപ്പിക്കുകയും നിങ്ങളിൽ നിന്ന് ദുഃഖങ്ങളെ നീക്കിക്കളയുകയും ചെയ്യട്ടെ. യാക്കോബ് യോസേഫിലും സന്തോഷിച്ചതുപോലെ നിങ്ങളും അവരിൽ സന്തോഷിപ്പാനായിട്ട് കർത്താവ് നീതിയുള്ള മക്കളെ നിങ്ങൾക്ക് നൽകട്ടെ. ദൈവം നോഹയും അവൻ്റെ മക്കളെയും അനുഗ്രഹിച്ച് ആ അനുഗ്രഹം നിങ്ങളുടെ മേൽ വസിക്കട്ടെ. ദൈവം അബ്രഹാമിനെയും ഇസ്ഹാക്കിനെയും യാക്കോബിനെയും അനുഗ്രഹിച്ച ആ അനുഗ്രഹം നിങ്ങളുടെ മേൽ വസിക്കട്ടെ. ദൈവം ആകാശത്തിൽ നിന്ന് മഞ്ഞും ഭൂമി പുറപ്പെടുവിക്കുന്ന സകല നന്മകളും നിങ്ങൾക്ക് നൽകട്ടെ. യാക്കോബിന്റെ പുത്രനായ യോസേഫിനെ വാഴ്ത്തി നിന്റെ പിതാവിന്റെ ദൈവം നിന്നെ സഹായിക്കുമെന്ന് പറഞ്ഞ ആ വാഴ്വും നിങ്ങളുടെ മേൽ വസിക്കട്ടെ. ദൈവത്തെ സ്നേഹിക്കുകയും തൻ്റെ തിരുവിഷ്ടത്തെ പ്രസാദിപ്പിക്കുകയും ചെയ്തിട്ടുള്ളവരുടെ അനുഗ്രഹം നിങ്ങളുടെ മേലും ഇന്ന് വന്യപിതാവിൻ്റെ ദയകളാൽ നിങ്ങളുടെ തലകളിൽ വയ്ക്കപ്പെട്ട കിരീടങ്ങളിന്മേലും വസിക്കട്ടെ. കർത്താവിന്റെ നാമം നിങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടിരിക്കാൻ സകല ജാതികളും സന്തോഷിച്ച് സ്തുതി പാടട്ടെ.
ദൈവം ഐശ്വര്യങ്ങൾ കൊണ്ടും സമ്പത്ത് കൊണ്ടും സകല ഭാഗ്യങ്ങൾ കൊണ്ടും നിങ്ങളെ അഭിവൃദ്ധിപ്പെടുത്തട്ടെ. ആ പാപിയായ സ്ത്രീയുടെ പാപങ്ങൾ പരിഹരിച്ചതുപോലെ നിങ്ങളുടെ കടങ്ങളും പാപങ്ങളും പരിഹരിക്കപ്പെടുമാറാകട്ടെ. വലതുഭാഗത്തെ കള്ളനെ പോലെ നിങ്ങളും സ്വർഗരാജ്യത്തിന് അവകാശികളായി തീരട്ടെ. മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ച ആ മണവാട്ടിയുമായി ഉടമ്പടി ചെയ്യുവാൻ സീനായി പർവ്വതത്തിലിറങ്ങിയെത്തുന്നവൻ നിങ്ങളെയും നമ്മളുടെ സർവസംഘത്തെയും മാറ്റുമാറാകട്ടെ. സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും നാഥനെ നാം സ്തുതി കരയറ്റുകയും ചെയ്യണം. ആയത് ഇപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. നാം എല്ലാവരും ദൈവത്തിൻ്റെ ഭവനത്തിൽ ആയിരിക്കുന്ന ഈ സമയത്ത് വിശ്വാസികളെ ഓർമ്മിപ്പിക്കണമെന്ന് നമ്മുടെ വിശുദ്ധ പിതാക്കന്മാരിൽ നിന്നും നാം കൈക്കൊണ്ടിട്ടുള്ളതും നമ്മുടെ ബഹുമാനപ്പെട്ട പൂർവികർ നമ്മെ ഭരമേൽപ്പിച്ചതുമായ ഒരു പതിവ് നമുക്കുണ്ട്. നമ്മുടെ മുൻപാകെ നിൽക്കുന്നവരോട് അവർ സത്യത്തിലും നീതിയിലും നല്ല കാര്യങ്ങളിലും താല്പര്യമുള്ളവരും സൽക്രിയകളിൽ ജാഗ്രതയുള്ളവരുമായിരിക്കാൻ വീണ്ടും ഉറപ്പായി നാം കൽപ്പിക്കണം. ഇപ്പോൾ നമ്മുടെ മക്കളെ നിങ്ങൾ ദൈവത്തിൻ്റെ മുൻപാകുകയും നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ സിംഹാസനമാകുന്ന ജീവന്റെ മേശയുടെ മുൻപാകുകയും ശ്രീമായുടെ മുൻപാകുകയും വിശുദ്ധായ എവൻഗേലിയോന്റെ മുൻപാകുകയും ഈ യോഗത്തിൻ്റെ മുൻപാകുകയും ഹൃദയവിചാരങ്ങളെ അറിയുന്നവൻ്റെ മുൻപാകുകയും അത്രയും നിൽക്കുന്നത് എന്ന് കരുതിക്കൊള്ളുകയും ഇതായത് മുതൽ നിങ്ങളെ തമ്മിൽ ഞങ്ങൾ ചേർത്തിരിക്കുന്നു. ദൈവം ഞങ്ങൾക്കും നിങ്ങൾക്കുമിടയിൽ മധ്യസ്ഥനായിരിക്കട്ടെ. നിയമവിരുദ്ധമായി നിങ്ങൾ ചെയ്യുന്ന സകലത്തിൽ നിന്നും ഞങ്ങൾ കുറ്റമില്ലാത്തവരായിരിക്കും. ദൈവത്തിൻ്റെ കൃപ അനുഗ്രഹപ്പെട്ടക്കാരുടെ മേലും വിശ്വാസന്മാരുടെ മേലും വിശ്വാസമുള്ള ജനത്തിന്മേലും മണവാളൻ്റെ മേലും മണവാട്ടിയുടെ മേലും വിരുദ്ധ രക്ഷണിക്കപ്പെട്ടവരുടെ മേലും ക്ഷണിക്കുന്നവരുടെ മേലും ഒന്ന് ആവശ്യിച്ച് വ്യാപിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ വലം കൈ എല്ലായ്പ്പോഴും
ഇവരുടെ മേൽ പാർക്കുകയും ചെയ്യട്ടെ. ആമേൻ. വീണ്ടും വിശ്വാസികളെ, നിങ്ങൾ ഓരോരുത്തരും അവനവൻ്റെ ഭാര്യയുമായുള്ള ബന്ധം ഏത് വിധത്തിൽ ഇരിപ്പാൻ ന്യായമാകുന്നുവെന്ന് ഓരോരുത്തരും സൂക്ഷിച്ചോളണമെന്നുള്ള ഈ കൽപ്പന നിങ്ങൾ എല്ലാവരോടും ആകുന്നുവെന്ന് അറിഞ്ഞുകൊള്ളുകയും, എന്തുകൊണ്ടെന്നാൽ ഇവളുടെ ചാർച്ചക്കാരെ വിട്ടുപിരിഞ്ഞ് ഇവളുടെ ഭർത്താവിനോട് ഒന്നിച്ചിരിക്കുന്നു. അതിനാൽ അവൻ ഇനിയും അവളെ പ്രസാദിപ്പിച്ച് അവളോട് ദയയായി വർത്തിക്കണം. അവൻ വസ്ത്രമില്ലാത്തവനായിരുന്നാലും അവളെ വസ്ത്രം ധരിപ്പിക്കുമാറാകണം. അവനെ വിശന്നിരുന്നാലും അവൾക്ക് ആഹാരം കൊടുക്കണം. അവൻ ദാഹിച്ചിരുന്നാലും അവൾക്ക് കുടിപ്പാൻ കൊടുക്കണം. അവൻ അവളോട് ഏത് പ്രകാരം വർത്തിക്കണമോ അതുപോലെ അവനോട് വർത്തിക്കുകയും യോഗ്യമാവണം അവനെ ശുശ്രൂഷിക്കുകയും ചെയ്യേണ്ടത് ന്യായമല്ലോ. അവൾ സകലത്തിന് സ്നേഹത്തോടും പ്രേമത്തോടും അവനോട് വർത്തിക്കുകയും വേണം. നമ്മുടെ കർത്താവേ ശിംശിയായുടെ കൃപ ഞങ്ങളുടെ മേലും നിങ്ങളുടെ മേലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ഷിബിൻ സോജി എന്നുള്ള കർത്താവ് നിങ്ങളെ ഭാര്യാഭർത്താക്കന്മാരായി സംയോജിപ്പിച്ചിരിക്കുകയാണ്. ക്രിസ്ത്യ കുടുംബ ജീവിതം ഒരു വലിയ ചുമതലയും വലിയ പദവിയുമാണ്. തമ്മിൽ വഹിക്കുകയും ക്ഷമിക്കുകയും പരസ്പര ധാരണ ഉണ്ടാക്കുന്നതിനായി ശ്രമിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. നിങ്ങൾ അന്യോന്യം സ്നേഹിക്കുകയും മറ്റുള്ളവരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നവരുമായിരിക്കണം. ദരിദ്രരെയും ബുദ്ധിമുട്ടിലിരിക്കുന്നവരെയും സഹായിക്കുന്നവരുമായിരിക്കണം. തിരുവചന ധ്യാനത്തിലും കുടുംബ പ്രാർത്ഥനയിലും നിങ്ങൾ ജാഗ്രതയുള്ളവരായിരിക്കണം. നിങ്ങൾ ഒരുമിച്ച് പള്ളിയാരാധനയിൽ ക്രമമായി സംബന്ധിക്കുകയും വിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളുകയും വേണം. പണം, സമയം, കഴിവ് ഇവയിൽ നിങ്ങൾ ദൈവത്തിൻ്റെ ഗൃഹവിചാരികൾ സ്റ്റുവേർഡ്സ് എന്ന് മനസ്സിലാക്കി വരുമാനത്തിൻ്റെ അംശം വേർതിരിച്ച് ദാനധർമ്മത്തിനും സഭയുടെ സുവിശേഷ വേദിക്കുമായി ഉപയോഗിക്കണം. ദൈവം നിങ്ങൾക്ക് മക്കളെ നൽകുമ്പോൾ അവരെ ദൈവഭക്തിയിലും നീതിബോധത്തിലും സഭാസ്നേഹത്തിലും വളർത്തണം. ഇപ്രകാരമുള്ള ക്രിസ്ത്യ കുടുംബജീവിതം അനുഭവിക്കുവാൻ ദൈവം തമ്പുരാൻ നിങ്ങളെ സഹായിക്കട്ടെ. ആമേൻ. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹീതരാകുന്നു. ആത്മീയമായ ശുശ്രൂഷയിൽ നമ്മോടുകൂടി ഒരുക്കുമെന്ന് സംബന്ധിച്ചിട്ടുള്ള നിങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിച്ച് ആസ്വദിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധരുമായ ഏക ദൈവം ബലഹീനതയും കുറവുമുള്ള നമ്മുടെ പ്രാർത്ഥനകൾ ഉന്നതമായ സിംഹാസനത്തിന് മുൻപാകെ കേൾക്കുകയും കൈക്കൊള്ളുകയും ചെയ്യുമാറാകട്ടെ. മംഗളഗാനം ആരംഭിക്കുന്നതാണ്. Right here on this ground where we are standing, holding dreams with open hands against the sky. So clear, it's better than we planned it. This rising sun was meant for you and I. We see it now, the story comes together. Beauty lives in
This truth, these words that we have spoken, giving purpose to the hope that we have found. There's proof in the days that lay before us, finding meaning in these moments playing out. We see it now, the story comes together, beauty lives in every chapter. We feel it now. It is a pleasure to introduce you the very first time our handsome groom, Mr. Shivin Sajid Philip and Soji S. Sajid. So without any further ado, let us all rise and give our warmest welcome to them, please. Hearty congratulations to our bride and groom from all of us. As bride and groom embark on this journey together, I invite the family to come forward. I welcome father of the groom, Mr. Sajid Philip and Mrs. Vinny Sajid Philip to join us on the stage, please. Along with this, I welcome parents of Soji Sajid, Mr. Sajid V. Thomas and Mrs. Mariama Sajid, along with her sister Sonny V. Sajid and her husband Ashwin Raju. I welcome sister of the groom, Shini Sajid Philip to the stage. പിതാവേ തിരുസന്നിധിയിൽ ഞങ്ങൾ മുട്ടുകുത്തുകയാണ്. കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ ഞങ്ങളുടെ മക്കളെയും ആചാര്യനാൽ വാഴ്ത്തി ഒന്നായി ചേർക്കപ്പെട്ട ഈ വിവാഹത്തെ ആശീർവദിച്ചതായി നമ്മൾ പറയുന്നു. ദൈവമായ കർത്താവേ, ഈ പ്രിയ മക്കൾ ഇന്ന് ആരംഭിച്ചിരിക്കുന്ന ഈ കുടുംബജീവിതം അഭംഗുരം ഏറെ നന്മയിൽ വളർന്നു വരുവാൻ എന്ന് സഹായിക്കണമേ. രണ്ട് കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ. ഇന്ന് വിവാഹത്തിലൂടെ ഒന്നായി ചേർക്കപ്പെട്ടിരിക്കുന്ന എല്ലാ ബന്ധങ്ങളെയും ഒന്ന് ആശീർവദിക്കണമേ. നിങ്ങൾക്ക് സ്വയമായി ഒന്നും നന്നായി ചെയ്യാൻ കഴിയില്ല എന്ന് നിങ്ങൾ സമ്മതിക്കുന്ന കർത്താവ്. അതുകൊണ്ട് അങ്ങനെ നിരന്തരമായ കൃപയും കരുണയും ഈ ഞങ്ങളുടെ പ്രിയ മക്കളുടെ മേലും ഞങ്ങൾ ഓരോരുത്തരുടെ മേലും പകർന്ന് അവിടുന്ന് ഞങ്ങളെ ആശീർവദിക്കണമേ. സ്വർഗീയ പിതാവേ, ഇവിടെ നിൽക്കുന്ന ഇവരും ഞങ്ങളുടെ സന്തോഷത്തിനുമായി വേർതിരിച്ച് തരണം. കാനിയിലെ കല്യാണ ഭവനത്തിൽ വിരുന്നുവാഴിയെ സന്തോഷിപ്പിച്ച ഞങ്ങളുടെ കർത്താവേ, ഈ വിരുന്ന് ഏറ്റവും അനുഗ്രഹമായ രീതിയിൽ വിളമ്പി മറ്റുള്ളവർക്ക് സന്തോഷം പകരുവാൻ നിന്റെ മക്കളെയും സഹായിക്കണം. കുറവുകളൊന്നും അവിടുന്ന് കണക്കെഴുതേ
ക്രിസ്തുയേശു പോലും നിങ്ങൾ താഴ്മയായി അപേക്ഷിക്കുന്നു. ആമേൻ. It's my honor and happy privilege to introduce you our groom, Mr. Shivin Saji Philip, who completed his post-graduation in Master of Business Administration from Marian Institute of Management, Kutikanan, and currently working in Brother London. And her bride, Soji Saji Vishwalaparambil, also completed her graduation from Father Muller College of Nursing, Manklapuram, presently working as in the profession of nursing, April Living Ireland. So next we are moving to
is your faithfulness. God of love, God of my story, you never fail, you never forsake me. Great is your faithfulness. I see you in the morning light, I feel you in the fire by night. I hear you say, child, I am with you, everything will be alright. I see you in the tears that run, I feel you when the healing comes. I hear you say, beloved one, I am with you, every moment of my life. I see you, I see you, I see you, God, I see you. God of love, God of new vision, every blessing you have given. Great is your faithfulness. Oh, how great is your faithfulness. I see you in the morning light, I feel you in the fire by night. I hear you say, child, I am with you, everything will be alright. I see you in the tears that run, I feel you when the healing comes. I hear you say, beloved one, I am with you, every moment of my life. I see you, I see you, I see you, God, I see you. So I will worship through the storm, through the storm, through the storm. All my hope is in you, Lord, in you, Lord, in you, Lord. I will worship through the storm, through the storm, through the storm. All my hope is in you, Lord, in you, Lord. I see you in the morning light, I feel you in the fire by night. I hear you say, child, I am with you, everything will be alright. I see you in the morning light, I feel you in the fire by night. I hear you say, child, I am with you, everything will be alright. I see you in the tears that run, I feel you when the healing comes. I hear you say, beloved one, I am with you, every moment of my life. I see you, I can see you, I see you, oh, you're all around. I see you, God, I see you, God, I see you, I see you, I see you, I see you, God, I see you. It's amazing how you can speak right to my heart. Without saying a word, you can light up the dark. Try as I may, I could never explain what I hear when you don't say a thing. The smile on your face lets me know that you need me. There's a truth in your eyes saying you'll never leave me. The touch of your hand says you'll catch me if ever I fall. Yeah, you say it best when you say nothing at all. All day long I can hear people talking out loud, but when you hold me near, you can drown out the crowd. Try as they may, they could never define what's being said between your heart and mine. The smile on your face lets me know that you need me. There's a truth in your eyes
you'll catch me if ever I fall. Yeah, you say it best when you say nothing at all. Yeah, yeah. Oh, the smile on your face lets me know that you need me. There's a truth in your eyes saying you'll never leave me. The touch of your hand says you'll catch me. It's like finding a treasure that's always been hiding. The first time that I see inside it and realize it's always been you. It's like reading pages and pages of stories of greatest adventure and glory. It's always been about you. When I close my eyes, it's you I see. I wanna feel like this forever and catch my breath every time you step into a room. I wanna hold you close and never let you go, 'cause I know forever was made for me and you, for me and you. It's like dreaming impossible dreams and then seeing them in front of me, and I know I've always been dreaming of you. It's like flying higher and higher. ഓരോ നാളും എൻ്റെ ഭാരം ചുമക്കുന്ന, ഓരോ നാളും എൻ്റെ ഭാരം ചുമക്കുന്ന ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. എൻ്റെ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാരൂഹായിക്കും സ്തുതി, ആദ്യം തന്നെ. തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതവും ബലവുമായിരിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, വാഴ്ത്തപ്പെട്ട കർത്താവേ, ഈ വൈകിയ വേലയ്ക്കായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമേ എന്ന് വിളിച്ച് പ്രാർത്ഥിപ്പാൻ ഈ ഒരു ദിവസം നീ ഞങ്ങൾക്ക് ദാനം ചെയ്തത് എല്ലാ പ്രഭവക്കായിട്ടും ഞങ്ങൾ പാടിയതുപോലെ ദൈവത്തിൻ്റെ നന്ദിയോടെ സ്തോത്രം. കർത്താവേ, ഞങ്ങളെ ഓരോ ദിവസവും വഴി നടത്തുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ ഈ വലിയ ദിവസത്തിനായിട്ട് ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുന്നു. ഈ രണ്ട് ഭവനങ്ങൾ കർത്താവെ വിശുദ്ധ വിവാഹ കൂടാശയിലൂടെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കാനും ബന്ധത്തിൽ ഏർപ്പെടുവാനും കർത്താവെ ഈ ദിവസം ഞങ്ങൾക്ക് ഒരുക്കിയതിനായിട്ട് സ്തോത്രം. ഇന്നത്തെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ രണ്ടുപേരെയും ദൈവസന്നിധിയിൽ താഴ്ത്തി സമർപ്പിക്കുന്നു. അവരുടെ ജനനം മുതൽ കർത്താവെ ഇന്ന് വരെ കൂടെ ഉണ്ടായിരുന്ന സ്തോത്രം. ദൈവത്തിൻ്റെ വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളിലൂടെ കടന്നുപോയപ്പോൾ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളിൽ വിദ്യാഭ്യാസത്തിൻ്റെ വിവിധമായിട്ടുള്ള മുഖാന്തരങ്ങളിൽ കർത്താവെ തൊഴിൽ ലഭിക്കാനായിട്ട് ചെയ്തതായുള്ള അത്ഭുതത്തിനായിട്ടൊക്കെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവെ, ഇന്ന് ദൈവമേ മക്കള് തിരുനാമത്തിൽ ഒന്നായി ചേർന്നിരിക്കുന്നതായ ഈ ദിവസത്തിൽ ദിവ്യമായിട്ടുള്ള കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും ആശീർവാദങ്ങൾക്കും വേണ്ടിയും ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്ന് നിന്റെ മക്കൾ ആരംഭിച്ചതായുള്ള ഈ കുടുംബജീവിതം മരണം വരെയും നിലനിൽപ്പാൻ കർത്താവെ അവിടുന്ന് സഹായിക്കണമേ. നിന്റെ മക്കളുടെ ജീവിതയാത്രയിൽ കർത്താവെ ക്രൂശിൻ്റെ അനുഭവങ്ങൾ വരുമ്പോൾ, ഉയർച്ചകൾ വരുമ്പോൾ, താഴ്ചകൾ വരുമ്പോൾ, വേദനകൾ വരുമ്പോൾ, ഉയർച്ചകൾ വരുമ്പോൾ എല്ലാം കർത്താവ് ഒരുമിച്ച് നിന്നോടുകൂടെ അനുഭവിപ്പാൻ തക്കവണ്ണം നിന്റെ മക്കൾക്കിടയാക്കണം. ഞങ്ങളുടെ അഭിമന്യ തിരുമേനിയെ കർത്താവെ പ്രധാന കാർമ്മികനായിട്ട് നീ അയച്ചല്ലോ, അതിനായിട്ട് സ്തോത്രം.
വന്നുചേർന്ന എല്ലാ ദൈവജനങ്ങൾക്കായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവെ, ഈ നിന്റെ മക്കളുടെ മാതാപിതാക്കന്മാരെ ഓർക്കുന്നു. പ്രിയപ്പെട്ട ഷായി സാറിനെയും കുടുംബമായിട്ട് ദൈവസന്നിധിയെ സമർപ്പിക്കുന്നു. നിന്റെ മകൻ്റെ ശാരീരികമായ പ്രയാസങ്ങളൊക്കെ വിട്ടിരിച്ചല്ലോ ഇത് കൊടുത്തതായിട്ടുള്ള ഈ സൗഭാഗ്യത്തിനായിട്ട് സ്തോത്രം. കർത്താവെ, ഇരു കുടുംബങ്ങളുടെയും മാതാപിതാക്കന്മാരെയും സഹോദരന്മാരെയും ദൈവസന്നിധിയെ സമർപ്പിക്കുന്നു. ബന്ധുക്കളെയും ചാർച്ചക്കാരെയും ഞങ്ങൾ ഓർക്കുന്നു. ദൈവമായ കർത്താവെ, നിന്റെ മക്കൾ വിശുദ്ധ മധുഭായുടെ മുമ്പിലും ദൃഢത്തിൻ്റെ മുമ്പിലും ദൈവനാമത്തിൽ ഏറ്റെടുത്തിരിക്കുന്നതായുള്ള ഈ വലിയ ഉത്തരവാദിത്വം, അത് ക്രിസ്തീയ കുടുംബ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വം വലിയതാണെന്ന് ഓർത്ത് അതിൻ്റെ ഉത്തരവാദിത്വവും ചുമതലയും ഒക്കെ ഭംഗിയായി നിർവഹിക്കാൻ തക്കവണ്ണം ഇടയാക്കണം. യോശുവയോട് ചേർന്ന് നിന്നുകൊണ്ട് ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കുമെന്ന് പറയുവാൻ എൻ്റെ മക്കളെ ഒരുക്കണം. ഇന്നു മുതൽ അവർ മാതൃക ക്രൈസ്തവ കുടുംബജീവിതത്തിൻ്റെ ഉടമകളായി തീരണമേ. എല്ലാവരെയും അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ, കൃപയിൽ സൂക്ഷിക്കണമേ. കുറവുകളൊന്നും ഞങ്ങളോട് കണക്കിടരുത്. യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞങ്ങളുടെ യാതനകളെ കേൾക്കുമാറാകണമേ. ആമീൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ായ ദൈവത്തിൻ്റെ പ്രഭുയുടെ അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും നാം എല്ലാവരുടെ പേരും പ്രത്യേകിച്ച് ഇന്ന് വിവാഹ കുദാശയിലൂടെ കുടുംബജീവിതത്തിൽ പ്രവേശിച്ചിരിക്കുന്ന ഞങ്ങളുടെ മക്കളോടും കൂടെ ജീവിതത്തിൻ്റെ അന്ത്യം വരെയും കാത്തു പരിപാലിക്കുകയും ചെയ്യുമാറാകട്ടെ. Do you remember back on the first night, shoulder to shoulder, playing the piano in my room? Oh, I do. We started drinking and I told your best friend that I had a feeling one day I was gonna marry you. I already knew. Now you're dressed in white and you're walking towards me. I can't believe my eyes. I'm staring at the rest of my life. I'm a mess inside, 'cause we've come so